ആ ഒരു അപ്പത്തെ ആ മനുഷ്യൻ്റെ മാനസികാവസ്ഥ എന്താണോ അത് വെച്ചിട്ടാണ്. ഇനി നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ GSR എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഗൺ ഷോട്ട് റെസിഡ്യൂ. ഈ വെടിവെച്ച ആളുടെ കയ്യിൽ വെടിമരുന്നിൻ്റെ അംശങ്ങളുണ്ടോ? അതായത് CJ റോയ് എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം സ്വയം വെടിവെച്ചതാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ മൈക്രോ പാർട്ടിക്കിൾസ് ഉണ്ടോ? അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ ടൂൾ തന്നെയാണ്, ആ വ്യക്തി തന്നെയാണ് അത് ചെയ്തത് എന്ന് ഉറപ്പ് വരുത്തണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പെനിട്രേഷൻ ദൂരം, ഇപ്പോൾ ഇയാൾ ലെഫ്റ്റ് ഹാൻഡ് ആണോ റൈറ്റ് ഹാൻഡ് ആണോ നോക്കണം, ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ നോക്കിയിട്ട് വേണം ഇത് ഏത് കയ്യിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം ചെയ്തത് എന്ന് നോക്കണം. അത് എത്ര ക്ലോസ് റേഞ്ചാണ്, മനസ്സിലായോ? ഏത് റേഞ്ചിൽ നിന്നാണ്, തുളഞ്ഞ് അപ്പുറത്തു കൂടി പുറത്ത് വന്നിട്ടുണ്ടോ, ഇങ്ങനെ പോയോ, അങ്ങനെ ഇതൊക്കെ നോക്കണം എന്ന് പറയാൻ കാരണം വേറൊരാൾ പലപ്പോഴായിട്ട് നമ്മൾ സിനിമയിലൊക്കെ കണ്ടു കാണും, ഈ പല കേസിലും പറഞ്ഞു കേട്ട് കാണും, വേറൊരാൾ കൈ പിടിച്ച് ഇങ്ങനെ വെച്ചു, അല്ലെങ്കിൽ വേറൊരാൾ ക്ലോസ് റേഞ്ചിൽ നിന്ന് വെച്ചു എന്നിട്ട് കയ്യിൽ കൊടുത്തു, മനസ്സിലായോ? ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ നമ്മൾ പറഞ്ഞു കേൾക്കും. അപ്പം ഇങ്ങനത്തെ ഐറ്റങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുണ്ടോ? അത് വേണം. ഇത് തുളഞ്ഞു കയറി ഡിസ്റ്റൻസ് എത്ര, ഏത് ഡിസ്റ്റൻസിൽ നിന്ന് ഇത് പോയി, ഇതിൻ്റെ അകത്തുള്ള കോൺസ്പിറസിക്ക് ഇതൊക്കെ വരും. ഓക്കെ, ഫോറൻസിക്കലി ഈ സാധനങ്ങളൊക്കെ എല്ലാം എന്ത് ചെയ്യണം, തലനാരിഴ കീറി പരിശോധിക്കണം. പിന്നെ ഓബിയസ്ലി CCTV, ഇപ്പോൾ CCTVക്ക് എന്തെങ്കിലും സീനുണ്ടോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടി വരും. കാരണം ഇങ്ങനത്തെ കേസിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പോണത് CCTV ആയിരിക്കും. CCTV പിന്നെ കുതാഹവ, പിന്നെ അത് നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സീനുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ ഈ വ്യക്തി സ്വയം ചെയ്തതാണെന്നുണ്ടെങ്കിൽ അത് സ്വയം ചെയ്തതാണ് എന്ന് ഉറപ്പ് വരുത്താൻ പാകത്തിനുള്ള ഫോറൻസിക് ബാലിസ്റ്റിക് റിപ്പോർട്ടുകൾ വരണം. ഓക്കെ, അത് വന്നാൽ മാത്രമേ അത് അദ്ദേഹത്തിൻ്റെതാണ്, അദ്ദേഹം തന്നെ ചെയ്തതാണ് എന്നുള്ള കാര്യങ്ങൾ ഒരു ഉറപ്പ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഉദ്യോഗസ്ഥരുടെ പ്രഷറിനെ കുറിച്ചായിരിക്കും അടുത്ത ചോദ്യവും കാര്യങ്ങളും വരുന്നത്. ഞാൻ പറഞ്ഞു, പെട്ടെന്ന് ഒരു ദിവസം അങ്ങോട്ട് ഓടിക്കേറി ഇദ്ദേഹത്തിനെ അങ്ങോട്ട് ചെയ്ത് ഒരു 2-3 ദിവസം ലോക്കാക്കുന്നതല്ല. ഇത് എക്സ്പെക്റ്റഡ് ആയിരുന്നു. 1.5 മാസം മുമ്പ് വന്ന് അത് കോടതിയിൽ കേസിന് പോയി, കേസിൽ നിന്ന് അത് സ്റ്റേ മാറിയതിനു ശേഷം വീണ്ടും വരുന്നു. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു പാറ്റേൺ എന്താ കിടക്കുന്നത്, ഈ വരുന്ന ഓഫീസേഴ്സിനും ഒരു ദേഷ്യം കാണും. കാരണം ഇത് ഓൾറെഡി ഇവർക്ക് ഇവിടെ റെയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കർണാടക ഹൈക്കോർട്ടിൽ സ്റ്റേ എടുത്തൊരു വ്യക്തിയാണ് ഡോക്ടർ റോയ്. അപ്പോൾ ഓബിയസ്ലി വന്ന് കയറുന്ന ആളുകൾക്കൊരു നീ അങ്ങനെ നമുക്ക് സ്റ്റേ എടുത്ത് വെച്ച് തന്നൊരുത്തനല്ലേ, എന്നാൽ നീ ഒന്ന് കുറച്ച് ദിവസം പ്രഷറിലിരിക്കുക എന്നുള്ള രീതിക്ക് ഉദ്യോഗസ്ഥർ പോയിട്ടുണ്ടെങ്കിലോ അങ്ങനെയാവാം. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ